സാറേ, ഇന്ന് ചൈത്ര നവരാത്രി. ഏതാണ്ട് ഇനി ഒരാഴ്ചയിലധികം വരുന്ന ദിവസങ്ങൾ ഇത് ആഘോഷിക്കുമ്പോൾ യോഗിയുടെ ഉത്തർപ്രദേശിലടക്കം ഇറച്ചിക്കടകൾ അടച്ചിടാനൊരു നിർദ്ദേശം വന്നിരിക്കുന്നു. നിർദ്ദേശമല്ല, ഉത്തരവുണ്ട്. അപ്പോൾ മാർച്ച് 30 ഇന്ന് മുതൽ ഏപ്രിൽ 7 വരെ 9 ദിവസം ചൈത്ര നവരാത്രി ആണ്. സെപ്റ്റംബർ ഒക്ടോബറിൽ വരുന്ന നവരാത്രിയാണല്ലോ നമുക്ക് കൂടുതൽ പരിചയം. അതിന് ശാരദാ നവരാത്രി എന്നാണ് പറയുക. 9 രൂപങ്ങളിൽ ദുർഗ അവതരിക്കുന്ന ദിവസങ്ങളാണ് ഈ 9 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതായത് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ത, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി തുടങ്ങിയ രൂപങ്ങളിലാണ് ഈ അവതരിക്കുന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിനൊരു ഹിന്ദുമതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ രാവണനെ കൊല്ലാൻ പോകുന്ന ശ്രീരാമൻ തന്നെ ദുർഗയെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ദുർഗ എന്ന് പറയുന്നത് അതിനൊക്കെ മുമ്പുള്ള നമ്മുടെ ഐതിഹ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേവിയാണ്. അപ്പോൾ ഈ പലപ്പോഴും ഇതിപ്പോൾ ഈദ് പെരുന്നാൾ കാലം കൂടിയാണ്. അതെ, ഈദ് പെരുന്നാളും മറ്റേ ചൈത്ര നവരാത്രി, ചൈത്രമാസമാണ്. ഉത്തരേന്ത്യയിൽ ഈ പുതുവത്സരാരംഭം കൂടിയാണ് ഈ ചൈത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈദിന് മാത്രമല്ല ചൈത്ര നവരാത്രിക്കും പ്രാധാന്യമുണ്ട്. ചെറുതല്ലാത്ത പ്രാധാന്യം അല്ലേ? ഉണ്ട് എന്ന് അറിയേണ്ടവർ അറിയണമല്ലോ. അതിനു വേണ്ടിയാണ് ഇപ്പൊ പല ഭാഗത്തും ഈ ഇറച്ചിക്കടകൾ നിരോധിക്കുന്നതായിട്ട് വരുന്നത്. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇറച്ചിക്കടകളുടെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കാശിയിൽ ഈ ഇറച്ചിക്കടകൾ അടയ്ക്കാനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം തന്നെ വാരാണസി കോർപ്പറേഷൻ ഇറക്കി ഉത്തരവ്. കാശി നഗരത്തിലാണത് ബാധകമാവുക. അതിനു മുമ്പ്, ഇന്നു മുതലുള്ള നിരോധനത്തിന് മുമ്പ് അവിടെ ഒരു ബോധവൽക്കരണ പ്രചാരണം നടന്നു. ഇതാണ് നവരാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോധവൽക്കരണമൊക്കെ നടന്നു. അതുകൊണ്ടെല്ലാം അടച്ചിടണം. ആരെങ്കിലും ഒരാൾ തുറന്ന് ഇരുന്നാൽ അയാളുടെ ലൈസൻസ് റദ്ദാക്കും എന്ന് പറഞ്ഞാൽ കർശനമായി നേരിടും എന്നുള്ള സംഗതിയൊക്കെ വന്നു. ഈ കാശിയിലെ ഈ കോർപ്പറേഷൻ കമ്മീഷണർ അർഷദ് വർമ്മ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് ബോർഡ്, കാശി കോർപ്പറേഷൻ്റെ ബോർഡ് ചേർന്നിട്ടാണ് തീരുമാനിച്ചത്. വാഹനങ്ങളിൽ ഈ റോന്ത് ചുറ്റിയിട്ട് ഈ ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ സമീപകാലത്ത് ഇത്തരം പല സ്ഥലങ്ങളിലും താൽക്കാലിക നിരോധനങ്ങൾ ഇതുപോലെ ഈ ഇറച്ചിക്കടകളുടെ പല കാരണങ്ങൾ കൊണ്ടും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ഇതിപ്പോൾ ചൈത്ര നവരാത്രി, ഇതിനു മുമ്പുള്ള ഹിന്ദു ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ആ ആഘോഷക്കാലത്തൊക്കെ ഇത്തരം താൽക്കാലിക നിരോധനങ്ങൾ ഇറച്ചിക്കടകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാശിയിലെ ഈ വിവരം വന്നു കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഡൽഹിയിൽ ഈ ഇറച്ചിക്കടകൾ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ത്രിലോക്പുരി MLA രവികാന്ത് ഡൽഹി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഡൽഹിയും ഈ നിരോധനം മാതൃകയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം രവികാന്ത് ജില്ലാ മജിസ്ട്രേറ്റിന് ഒരു കത്തും കൊടുത്തിട്ടുണ്ട്. ഇതിന് നടപടിയെടുക്കണം, ഡൽഹിയിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഈ നിരോധന രീതി പടരുന്നു പല സ്ഥലത്തേക്കും. ഏപ്രിൽ 6 രാമനവമിയാണ്, രാമൻ്റെ ജന്മദിനം. ഈ കാലത്ത് തന്നെ രാമനവമിയും വരുന്നു, ജന്മദിനം. ചൈത്ര ശുക്ലപക്ഷത്തിലാണ് രാമൻ ജനിക്കുന്നത്. അപ്പോൾ ദുർഗയെ പ്രാർത്ഥിച്ചിരുന്ന ആളാണ് ശ്രീരാമൻ. നവദുർഗ അവതാരം. പിന്നെ രാമനവരാത്രി എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഈ രാമനവമിയും ചൈത്രത്തിൽ വരുന്നത് കൊണ്ട് ചൈത്ര നവരാത്രി നവരാത്രി എന്നും പറയാറുണ്ട്.
ഈ വർഷം ഈദും നവരാത്രിയും ഒന്നിച്ചു വരുന്നു. ഉം. ഈദ് 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ആയിരിക്കും പെരുന്നാള്. നവരാത്രി പക്ഷെ 30 മുതൽ 7-ാം തീയതി വരെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ട്. ഈ മാസപ്പിറവി കാണുന്നതനുസരിച്ചിട്ടാണല്ലോ മാറ്റങ്ങൾ വരുന്നത്. കണ്ടില്ല എങ്കിൽ 31. മധ്യപ്രദേശിലും ഉണ്ട് നിരോധനം. മധ്യപ്രദേശിൽ ഭോപ്പാലിലും ഇൻഡോറിലും അതിൻ്റെ ഭരണകൂടം നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം എന്താ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ മാത്രമല്ല ജൈനന്മാരുടെയും സിന്ധികളുടെയും ബുദ്ധമതക്കാരുടെയും അങ്ങനെ 5 ഉത്സവങ്ങൾ വരുന്ന ഘട്ടമാണിത്. അതുകൊണ്ട് ഇത്രയും കാലം അവിടെ ഇറച്ചിക്കടകൾ അടയ്ക്കുക. ഗുഡി പദ്വ, ചൈതി ചന്ദ് ഈ വിശേഷ ദിവസങ്ങളാണ്. ഇന്ന് 30-ാം തീയതി, രാമനവമി 6-ാം തീയതി, മഹാവീർ ജയന്തി ജൈനന്മാരുടെ മഹാവീർ ജയന്തി 10-ാം തീയതി. അപ്പോൾ ബുദ്ധ പൂർണിമ ഇനി വരുന്ന മെയ് 12-ാം തീയതി. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ കുറേ വിശേഷം വരുമല്ലോ. സിഖ്, ജൈനന്മാര്, ഹിന്ദു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വർഷത്തിൽ കുറേ ദിവസങ്ങൾ ഈ ഇറച്ചിക്കടകൾ അടച്ചു കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ലൈസൻസ് റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ലംഘിച്ചാൽ. വടക്ക് കിഴക്ക് മൈഹർ ജില്ല മധ്യപ്രദേശിൽ, അവിടെ മാംസഭക്ഷണം നിരോധിച്ചിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻ ഫുഡ് തന്നെ നിരോധിച്ചിട്ടുണ്ട്. അത് ഈ മൈഹർ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന നഗരമാണ് എന്നുള്ളതാണ് കാരണം പറയുന്നത്. ഒരുപാട് തീർത്ഥാടകർ ചെല്ലുന്ന സ്ഥലമാണ്. മുട്ട, മത്സ്യം, കോഴി മാംസം അല്ലാത്ത മാംസങ്ങളൊക്കെ 9 ദിവസത്തേക്ക് അവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇൻഡോറിൽ 4 ദിവസത്തേക്കാണ് നിരോധനം. അവിടെ ഹിന്ദു രാഷ്ട്ര സംഘം ഈ 4 ദിവസം പോരാ 9 ദിവസം നിരോധനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് രാജേഷ് ശിരോദ്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം അപേക്ഷ കൊടുക്കും, അപേക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇത് അടപ്പിക്കാനുള്ള വഴി ഞങ്ങൾ വേറെ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 9 ദിവസം അടയ്ക്കുന്നതിനെ അവിടുത്തെ മധ്യപ്രദേശിലെ പൊതുമരാമത്ത് മന്ത്രി രാകേഷ് സിംഗ്, പിന്നെ MLA-മാരായ അഭിലാഷ് പാണ്ഡെ, രാമേശ്വർ ശർമ്മ അവരും അനുകൂലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാരിലുള്ളവരും 4 ദിവസം പോരാ 9 ദിവസം എന്നുള്ളത്. ഇങ്ങനെ പ്രചാരണം വഴിയാണല്ലോ നിരോധനം നടപ്പാക്കുന്നത്. ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു നോക്കും. വിരോധമൊന്നും ഇല്ല സമൂഹത്തിൽ നിന്ന് കാണുമ്പോൾ, അതിനുവേണ്ടിയാണ് ഈ അഭിപ്രായം പറഞ്ഞു നോക്കുന്നത് ആദ്യം. പിന്നെ ദേവാസ് നഗരസഭ ചാമുണ്ടേശ്വരി മാ ചാമുണ്ട തേക്രി ക്ഷേത്ര പരിസരത്ത് ഇത് നിരോധിച്ചിട്ടുണ്ട്. മാംസക്കടകളൊന്നും പാടില്ല. ചൈത്ര നവരാത്രി കാരണം 30-ാം തീയതി മുതൽ 6-ാം തീയതി വരെ. നവരാത്രി സെപ്റ്റംബർ ഒക്ടോബറിലാണ് ശാരദാ നവരാത്രി. ചൈത്ര ശാരദാ നവരാത്രികളാണ് നമുക്കുള്ളത്. നമ്മുടെ കശ്മീരിലെ ശാരദാപീഠം, ആ ശാരദാപീഠം 27 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലം തുറന്നിട്ട് ചൈത്ര നവരാത്രി ആഘോഷിച്ചത് പെട്ടെന്ന് ഓർമ്മ വന്നു. അതെ അതെ, വലിയ വാർത്തയിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ശരിക്കും ശാരദാ ക്ഷേത്രം അപ്പുറത്തായിപ്പോ POK എന്ന് പറഞ്ഞിട്ട് പട്ടാളം ഒരു താൽക്കാലിക ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി അവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞ കൊല്ലം തുടങ്ങി. ചൈത്ര നവരാത്രി വസന്തത്തിലാണ് ചൈത്ര നവരാത്രി എന്നുള്ളത്, ചൈത്ര മാസം. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഈ ദേവന്മാര് മഹിഷാസുര വധത്തിന് വേണ്ടി, മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി ആണ് മറ്റേ ദുർഗയെ സൃഷ്ടിച്ചത് അല്ലേ? അതെ. 9 ദിവസത്തെ യുദ്ധമായിരുന്നു. അതാണ് ഈ നവരാത്രി. 9 ദിവസമായിരുന്നു മഹിഷാസുരനെ കൊല്ലാനുള്ള യുദ്ധം. അതിൽ ഓരോ ദിവസവും ഓരോ രൂപമാണ് എടുത്തത് ദുർഗ. 10-ാം ദിവസമായിരുന്നു ജയം. അതുകൊണ്ടാണ് നവരാത്രി എന്ന് പറയുന്നത്. അതെ അതെ. ഈ ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ മറ്റേ വർഗീയ കലാപങ്ങൾ നടക്കുകയാണ്. ഇന്റർനെറ്റൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അതല്ലേ? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ.
ഹിന്ദു പുതുവത്സരം ഇതിനോടടുപ്പിച്ചാണ് തുടങ്ങുന്നത്. ശ്രീരാമൻ ഈ പറഞ്ഞ പോലെ ദുർഗയെ ആരാധിച്ച നാളുകളാണ്. അപ്പോൾ ഹിന്ദുമതം അതിൻ്റെ ശക്തി ഈ പറഞ്ഞ പോലെ പലയിടങ്ങളിലും ഉറപ്പിക്കുന്നുണ്ട്. യോഗയുടെ നാട്ടിലും മധ്യപ്രദേശിലും ഉണ്ട് അല്ലേ? ഒക്കെ ഉറപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.